ഡേറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിന് ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സന്ദേശം ഭരണനിർവഹണത്തിന്റെ ഭാഗമെന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ ജീവനക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നൽകിയ വ്യക്തിഗത വിവരങ്ങളിൽ നിന്ന് ഫോൺ നമ്പറുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചെന്നായിരുന്നു ഹർജി. സെക്രട്ടേറിയറ്റ് ജീവനക്കാരടക്കമുള്ള 2 പേരായിരുന്നു ഹർജിക്കാർ. സർക്കാരിന്റെ ഭാഗമായ KSITMന്റെ പക്കലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച സർക്കാരിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാട്സാപ്പ് അക്കൗണ്ടിലൂടെയാണ് സന്ദേശങ്ങൾ അയച്ചത്. വിവരങ്ങൾ ചോർത്തിയെന്ന വാദം ഇതോടെ അപ്രസക്തമായി. നിയമവിരുദ്ധമല്ലാത്ത സന്ദേശങ്ങൾ സ്വകാര്യതയുടെ ലംഘനമായി കണക്കാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഭരണഘടനാപരമായി മുഖ്യമന്ത്രി എന്നാൽ സർക്കാർ എന്നല്ല അർത്ഥം. പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പുകൾ പൊതുവെ സർക്കാരിന്റെ പേരിലാണ് വരാറുള്ളതെന്നും കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.